Today I am going to communicate an important interest, that's interest 36, impairment of asset. In this video I will discuss what's impairment, when it is applicable, how its calculation and its journal entry. The concept of impairment is related to fixed assets. It's applicable to fixed assets. That's the term impairment we can use in relation with fixed assets. It's not applicable to other assets, okay? Now let's discuss what does it mean. Impairment of asset means a fall or reduction in the value of asset. Obviously, you may ask why there is a sudden fall or reduction in the value of asset. It may be due to external and internal factors. Both internal and external factors are responsible for the reduction in the value of asset. Both these factors together called indicators of impairment. Let's check external factors. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ചേഞ്ച് ഇൻ ടെക്നോളജി. ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് or technological upgradations happening, so the asset value will decrease. There will be a sudden fall or reduction in the value of asset. For example, technological upgradation, demand for 5G smartphone is steadily rising. അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന ടെക്നോളജി മേ ബി അത് ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ വാല്യൂവിൽ വരുന്ന പെട്ടെന്നൊരു സഡൻ ഫോൾ, അത് അപ്പോൾ ചേഞ്ച് ഇൻ ടെക്നോളജി ഒരു റീസണാണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. തേർഡ്, റെസ്ട്രിക്ഷൻ ഇൻ ദ യൂസ് ഓഫ് അസറ്റ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റ് ഒന്ന് ബാൻ ചെയ്തു എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു സർട്ടൺ ഏരിയയിൽ അതിൻ്റെ യൂസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡീസൽ വെഹിക്കിൾ അങ്ങനെ എന്തെങ്കിലും ബാൻ ചെയ്തു എന്ന് വിചാരിക്കുക. സപ്പോസ് അതിൻ്റെ ആ ഒരു വാല്യൂ കുറയും, സഡൻ ഡിക്ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ സഡൻ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഐറ്റം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ ദ മാർക്കറ്റ് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മോർ ദാൻ നോർമൽ ഡിക്ലൈൻ. അപ്പോൾ ഇവിടെ ടെക്നോളജി മാത്രമല്ല, ഇഫ് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ടെക്നോളജി, മാർക്കറ്റ്, എക്കണോമിക് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ് വിത്ത് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ എൻറ്റിറ്റി, അത്തരം ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് ആ അസറ്റിന് ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദീസ് ആർ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ഇമ്പയർമെൻറ്റ്. ഇമ്പയർമെൻറ്റ് എന്താണെന്ന് കണ്ടു, ഇറ്റ്സ് എ സഡൻ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ അത് സംഭവിക്കാനുള്ള റീസൺസ് നമുക്ക് എക്സ്റ്റേണലുണ്ട്, ഇൻറ്റേർണലുണ്ട്. എക്സ്റ്റേണൽ റീസൺസ് ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. ഫസ്റ്റ് റീസൺ ഫിസിക്കൽ ഡാമേജ് ആണ്. നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ ഡാമേജ് ഇഫ് ഇറ്റ് ഹാപ്പൻസ്, ദർ മേ ബി റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് കോൺക്രീറ്റ് എവിഡൻസ് ഫ്രം ദ ഇൻറ്റേർണൽ റിപ്പോർട്ട് ഓഫ് ദ പുവർ പെർഫോമൻസ് ഓഫ് ദ അസറ്റ്. പുവർ പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്താൽ ഷ്യൂർലി അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കും. നെക്സ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇത്രയും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. നൗ ലെറ്റ്സ് ചെക്ക് ഹൗ ഇറ്റ്സ് കാൽക്കുലേഷൻ. Before I discuss its calculation, you must know two terms. First one, carrying amount. Second one, recoverable amount. First, നമ്മൾ നോക്കുന്നത് എന്താണ് carrying amount. What does it mean? That is nothing but book value. എന്താണ് ബുക്ക് വാല്യൂ? വാല്യൂ വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആ അസറ്റിൻ്റെ വാല്യൂ എഴുതും അല്ലേ, കോസ്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും അസറ്റ് എഴുതി അതിൻ്റെ നേരെ 1 lakh എന്ന് എഴുതി, അപ്പോൾ അതാണ് അതിൻ്റെ കോസ്റ്റ്, ബുക്കിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഈ ക്യാരിയിങ് എമൗണ്ട് എങ്ങനെയാണ് എത്തുന്നത്? അതിൻ്റെ കോസ്റ്റിൽ നിന്ന് നമ്മൾ അതിന് ഓരോ വർഷവും അതിൻ്റെ ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈച്ച് ഇയർ ഡെപ്രീസിയേഷൻ, അത് എക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഡെപ്രീസിയേഷൻ യു ഹാവ് ടു ഡിഡക്ട് ഫസ്റ്റ്. ദെൻ കറൻറ്റ് ഇയറിലെ ഡെപ്രീസിയേഷനും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് ക്യാരിയിങ് എമൗണ്ട്. സോ കോസ്റ്റ് ലെസ് accumulated depreciation ലെസ് current year depreciation, you will get carrying amount. Okay. നെക്സ്റ്റ്, റിക്കവറബിൾ എമൗണ്ട്. എന്താണ് റിക്കവറബിൾ എമൗണ്ട്? ഇറ്റ് ഈസ് ദ മാക്സിമം ബെനിഫിറ്റ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്റ്റ് ഫ്രം വൺ പർട്ടിക്കുലർ അസറ്റ്. നമുക്ക് ആ ഒരു അസറ്റ് യൂസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റ്. സോ ഫോർ ഫൈൻഡിങ് ഔട്ട് റിക്കവറബിൾ എമൗണ്ട് യു മസ്റ്റ് നോ ടു ടേംസ് അഗെയിൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ വാല്യൂ ഇൻ യൂസ്, സെക്കൻഡ് വൺ ഫെയർ വാല്യൂ. അതിൽ ഫസ്റ്റ് വാല്യൂ ഇൻ യൂസ് ആണ്. സോ വാട്ട് ഈസ് വാല്യൂ ഇൻ യൂസ്? It is the present value of future cash flows expected to be derived from an asset എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത്
നമ്മളൊരു എസെറ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് നോക്കും അല്ലേ, അതിൻ്റെ എൻറ്റയർ ലൈഫ് എത്ര വർഷം അത് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് 10 ഇയേഴ്സ് അപ്പോൾ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് 5 ഇയേഴ്സ്, സപ്പോസ് ഇറ്റ് ഈസ് 5 ഇയേഴ്സ്, ഓക്കെ. ആ 5 ഇയേഴ്സ് നമ്മൾ യൂസ് ചെയ്താൽ ഓരോ വർഷവും നമുക്കതിൽ നിന്ന് എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആ പോസിബിൾ ഇൻകത്തിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും, ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്യും. നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് അറിയാലോ. പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്, ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഒരു ഇൻകത്തിൻ്റെ ഇന്നത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ആ എസെറ്റ് ഒരു 5 ഇയേഴ്സ് നമ്മൾ യൂസ് ചെയ്താൽ ഓരോ വർഷവും എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ആ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിന് ഇന്നത്തെ വാല്യൂയിലോട്ട് മാറ്റുന്നു ഡിസ്കൗണ്ട് ചെയ്തിട്ട്, ഓക്കെ. അതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ഇൻ യൂസ്. സപ്പോസ് ഇറ്റ് ഈസ് 5,000 എന്നിട്ട് വാല്യൂ ഇൻ യൂസ് എനിക്ക് 5,000 കിട്ടിയെന്ന് വിചാരിക്കൂ. നെക്സ്റ്റ് ടേമാണ് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ മീൻസ് നമ്മൾ ഈ ഒരു അസെറ്റ് മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതാണ് ഫെയർ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ ഫൈൻഡിങ് ഔട്ട് ഫെയർ വാല്യൂ ദർ ഈസ് വൺ ഇക്വേഷൻ, ദാറ്റ് ഈസ് സെയിൽസ് പ്രൊസീഡ്സ് ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. അതായത് ആ സെയിൽസ് പ്രൊസീഡ്സ് മീൻസ് ആ അസെറ്റ് ഞാൻ മാർക്കറ്റിൽ കൊണ്ട് സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ, സപ്പോസ് ഇറ്റ് ഈസ് 10,000. ദെൻ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ, അതായത് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ മീൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. എനിക്ക് ആ സെയിൽ നടത്താൻ വേണ്ടി കുറച്ച് കോസ്റ്റ് എനിക്ക് ഇൻക്യൂർ ചെയ്തു. സോ സപ്പോസ് ഇറ്റ് ഈസ് 1,000, സോ ഐ ഹാവ് ടു ഡിറ്റക്ട് ദാറ്റ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ ഫ്രം സെയിൽസ് പ്രൊസീഡ്സ്. അപ്പോൾ ആ 10,000-ൽ നിന്ന് ഞാൻ 1,000 ലെസ് ചെയ്ത് കളഞ്ഞ് 9,000 റുപ്പീസാണ് എൻ്റെ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ്. അപ്പോൾ അതാണ് എൻ്റെ ഫെയർ വാല്യൂ. ആ ഫെയർ വാല്യൂ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് FELCOT, ദാറ്റ് ഈസ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്നും കൂടി പറയാം. അപ്പോൾ 2 ടേംസ് നമ്മൾ നോക്കി, വാല്യൂ ഇൻ യൂസ് ആൻഡ് ഫെയർ വാല്യൂ. ഇനി ഇവിടെ നമ്മുടെ പർപ്പസ് എന്തായിരുന്നു? റിക്കവറബിൾ എമൗണ്ട് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റിക്കവറബിൾ എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ടേംസ് നമ്മൾ പരിചയപ്പെട്ടത്, ദാറ്റ് ഈസ് വാല്യൂ ഇൻ യൂസ് ആൻഡ് ഫെയർ വാല്യൂ. അപ്പോൾ ഇവിടെ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഹയർ ഓഫ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ ആൻഡ് വാല്യൂ ഇൻ യൂസ്. അതായത് നമുക്ക് 2 എമൗണ്ട് കിട്ടുമല്ലോ, ഒന്ന് FELCOT, അതായത് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ അല്ലെങ്കിൽ ഫെയർ വാല്യൂ. നെക്സ്റ്റ് വാല്യൂ ഇൻ യൂസ്. ഈ 2 എമൗണ്ടിലും ഏതാണോ ഗ്രേറ്റർ ആ എമൗണ്ടിനെയാണ് നമ്മൾ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വാല്യൂ ഇൻ യൂസ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയത് 5,000 എന്ന് വിചാരിക്കുക. സപ്പോസ് വാല്യൂ ഇൻ യൂസ് is 5,000, ഓക്കെ. ഫെയർ വാല്യൂ എനിക്ക് കിട്ടിയത് 6,000. ഫെയർ വാല്യൂ മീൻസ് ഞാൻ ആ അസെറ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ എനിക്ക് 6,000 കിട്ടും. സോ 2 ടേംസും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് വാല്യൂ ഇൻ യൂസ് 5,000, ഫെയർ വാല്യൂ 6,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിക്കവറബിൾ എമൗണ്ട് ആണ്. അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് എങ്ങനെയാണ് കാണുക? ഹയർ ഓഫ് ഫെയർ വാല്യൂ ഓർ വാല്യൂ ഇൻ യൂസ്, ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് ഹയർ? ഫെയർ വാല്യൂ 6,000 അല്ലേ, അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് ഇവിടെ എത്രയായിരിക്കും? 6,000. ഇനി നമുക്ക് ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് എന്ന കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ 3 ടേംസ് പറഞ്ഞു. എന്താണ് ക്യാരിയിങ് എമൗണ്ട്, എന്താണ് റിക്കവറബിൾ എമൗണ്ട്. ദെൻ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ വാല്യൂ ഇൻ യൂസും ഫെയർ വാല്യൂയും കമ്പയർ ചെയ്തിട്ട് ഹയർ ഏതാണോ അതാണ് റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് അതെങ്ങനെയാണ് വരുന്നതെന്നൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഇക്വേഷൻ മോഡൽ പറയാം. ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട്. റിക്കവറബിൾ എമൗണ്ടിലും കൂടുതൽ ക്യാരിയിങ് എമൗണ്ട് വന്നാൽ വി ക്യാൻ സേ ദർ ഈസ് ഇമ്പയർമെൻറ്റ് ലോസ്, ഓക്കെ. ക്യാരിയിങ് എമൗണ്ട് ഈസ് ലെസ് ദാൻ റിക്കവറബിൾ എമൗണ്ട്, ദർ ഈസ് നോ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഹിയർ സപ്പോസ് ക്യാരിയിങ് എമൗണ്ട് ഈസ് 300. ദെൻ ഹിയർ റിക്കവറബിൾ എമൗണ്ട്. Recoverable amount you must have 2 inputs, right? For getting recoverable amount you must have 2 inputs, that is value in use and fair value. Value in use, suppose here 230, fair value 310. അതായത് വാല്യൂ ഇൻ യൂസ് കോൺസെപ്റ്റൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നിങ്ങൾ ആ അസെറ്റ് യൂസ് ചെയ്യാണ് ഫോർ എൻ നമ്പർ ഓഫ് ഇയേഴ്സ്, അങ്ങനെ യൂസ് ചെയ്ത് അതിൽ നിന്ന് 230 നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ അസെറ്റ് മാർക്കറ്റിൽ വിറ്റാൽ 310 കിട്ടും. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് റിക്കവറബിൾ എമൗണ്ട്. അപ്പോൾ ഈ 230 ആൻഡ് 310
greater amount will be recoverable amount, right? ഇവിടെ നമുക്ക് റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 310 ആണ്. ഹൻസ് റിക്കവറബിൾ എമൗണ്ട് ഇസ് 310. ഗ്രേറ്റർ വാല്യൂ നമ്മളെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ക്യാരിയിങ് വാല്യൂ ആൻഡ് റിക്കവറബിൾ എമൗണ്ടും കൂടി കമ്പയർ ചെയ്യേണ്ടി വരും. വി വാണ്ട് ടു കമ്പയർ ദീസ് ടു വാല്യൂസ്. ഇപ്പോൾ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 300 ആണ്, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 310 ആണ്. ഓക്കെ, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അസറ്റ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കി, 300 ആൻഡ് 310. ഇൻ ദിസ് സിറ്റുവേഷൻ ക്യാരിയിങ് എമൗണ്ട് ഇസ് ലെസ് ദാൻ റിക്കവറബിൾ എമൗണ്ട്. ഈസ് ദർ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ്? നോ. Why? Because here we are saying that this asset has a minimum value of rupees 300. നമ്മൾ ബുക്കിൽ 300 ആണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അതിന് വാല്യൂ 300 ആണ്. ഇൻ മാർക്കറ്റ് ദർ ഈസ് 310. മാർക്കറ്റിൽ അതിന് 310 ഉണ്ട്. സോ നോ ഇഷ്യൂ, നോ പ്രോബ്ലം, നോ ഡിക്ലൈൻ ഓർ റിഡക്ഷൻ ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഹൻസ് ദർ ഈസ് നോ ഇമ്പയർമെൻറ്റ്. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ അനദർ സിറ്റുവേഷൻ. ഹിയർ suppose carrying amount 300. For finding recoverable amount you need two inputs, right? That is first one value in use and second one fair value. You have to compare value in use and fair value. Okay, so here value in use 220, fair value 250. Out of these two values higher will be considered as recoverable amount, right? So hence recoverable amount is 250. It comes to 250, right? അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യാരിയിങ് എമൗണ്ട് ആൻഡ് റിക്കവറബിൾ എമൗണ്ട് കമ്പയർ ചെയ്തു. സോ ഇവിടെ 300 ആണ്, കൂടുതലാണ് അല്ലേ? ക്യാരിയിങ് എമൗണ്ട് കൂടുതലാണ്. സോ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇൻ അവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദ അസറ്റ് ഹാസ് എ വാല്യൂ ഓഫ് rupees 300. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 300 ഉണ്ട്, ബുക്ക് വാല്യൂ ക്യാരിയിങ് എമൗണ്ട് 300 ആണെന്ന് പറയുന്നു. ബട്ട് ഇൻ റിയാലിറ്റി മാർക്കറ്റ് പ്രൈസ് ഇറ്റ്സ് ഓൺലി 250. ഹൻസ് ദർ ഈസ് ഇമ്പയർമെൻറ്റ് ലോസ്, റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ ഇവിടെയാണ് ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് ജേണൽ എൻട്രി പാസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മളത് കാണിക്കാനായിട്ട് എസറ്റിൻ്റെ വാല്യൂ കുറയാണ്. സോ എസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, കുറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് വരും അല്ലേ? അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് അക്കൗണ്ടഡ് ടു എസറ്റ് എന്താണ്? എത്ര വാല്യൂലാണ് നമ്മളവിടെ മെഷർമെൻറ്റ് എത്രയാണ് കാണിക്കേണ്ടത്? 50. ദാറ്റ് ഈസ് ക്യാരിയിങ് എമൗണ്ട് മൈനസ് റിക്കവറബിൾ എമൗണ്ട്. അതായത് 300 മൈനസ് 250 എത്ര കുറഞ്ഞിട്ടുണ്ട്? 50. ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് 50 ആണ്. അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 50 ടു എസറ്റ് ₹50. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. സോ ഫോർ ക്ലോസിങ് ദിസ് ഇമ്പയർമെൻറ്റ് ഓഫ് ലോസ് അക്കൗണ്ട് യു ഹാവ് ടു ട്രാൻസ്ഫർ ദിസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. So the entry will be profit and loss accounted to impairment, ₹50. Okay.